വീടിന്റെ EMI, കാറിന്റെ EMI, ഫോണിന്റെ EMI. നാളെയാണല്ലോ ഭവനെ അടക്കണ്ടേ. ഇന്ന് പൈസ തരാന്ന് പറഞ്ഞ തേട്ടികളൊന്നും ഫോണും എടുക്കുന്നില്ല. നീ ഇപ്പൊ എന്തോ ചെയ്യും? എന്നിട്ട് സുഖു മുങ്ങിയ വൈകിട്ട് സാൾട്ട് ബേക്കറി ചിക്കൻ കഴിക്കാൻ പോയാലോ? പൈസ ഒരു പ്രശ്നമല്ലെന്ന്, വിഷയമുള്ള കാര്യമല്ല. സുഖു ഇവിടുന്ന് മുങ്ങിയ 5 സ്റ്റാർക്ക് കുറഞ്ഞ സെറ്റപ്പ് അല്ലേ, നമുക്കൊരു 7 സ്റ്റാർ ഉണ്ടാക്കാം. എന്നാലും ഒരു വൈബ് കിട്ടത്തുള്ളൂ മോളെ, അത് മതി. ഇവിടുന്ന് മുങ്ങിയ ബസ്സിലൊക്കെ എന്തിനാ മോളെ നമ്മൾ പോകുന്നത്? ഞാനിതിനെ പജേറോ വണ്ടി മേടിച്ചിട്ടിരുന്ന് നമുക്ക് ഇതിനകത്തൊക്കെ AC ഒക്കെ ഇട്ട് കുളിരായിട്ടൊക്കെ പോവാം. ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഒരു കുഴപ്പമില്ല. നിനക്ക് നിന്റെ പൈസ വേണം, അതിനെക്കാട്ടിലും ഗുണമുള്ള സാധനം നിനക്ക് വേണം. എന്ന് വെച്ചാൽ എന്റെ കൂടെ വാ. എടാ നീ എന്നെ എവിടെയാ കൊണ്ടുവന്ന് കുറെ ആയാലും നടക്കാൻ തുടങ്ങിയിട്ട്. നീ ഇങ്ങോട്ട് വാളിയാ, ഞാൻ പറഞ്ഞു തരാം. ടെൻഷൻ എന്തുവാ? ഇതാണ് സയന്റിസ്റ്റ് രാഘവേന്ദ്ര. ഇയാളുടെ പൈസ ഉണ്ടോ? ഇങ്ങേരുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, കണ്ടോ? അതല്ല, ബുക്കും പേനയും കണ്ടോന്ന്. ഏത് സ്കൂളിലെ സാറാ? അയ്യേ സാറെന്നല്ല, ഇങ്ങേര് വർഷങ്ങളായിട്ട് സയന്റിഫിക്കലി കണ്ടുപിടിച്ച മാജിക്കൽ പേനയും മാജിക്കൽ ബുക്കുമാണ് അങ്ങനെ കയ്യിലിരിക്കുന്നത്. ഗുണമെന്തോ ഗുണം? ആ പേന കൊണ്ട് ആ ബുക്കിൽ എന്ത് വരച്ചാലും അതിൽ ജീവൻ വെക്കും. ആണോ? അല്ലടാ അപ്പഴേ നിങ്ങക്ക് ഇയാളെ എവിടെ നീട്ടിയതാ? നല്ല പൈസ കൊടുത്ത് ഇറക്കുമതി ചെയ്തായിരിക്കും ഇല്ലയോ? ആ റോഡിൽ കിടക്കുന്നുണ്ട്, പാവാന്ന് വിചാരിച്ച് ചോറ് മേടിച്ചു കൊടുത്തത്. ഇപ്പഴാണ് പുറയുന്നു പോകുന്നില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പുള്ളി എടുത്ത് പറ, പോ ചെല്ല്. അതെ, ഇന്ന് 1-ാം തീയതി ഒരു 3-4 കുപ്പി ഒന്ന് വരച്ചിട്ട് ഒന്ന് റിയാലിറ്റി ആക്കി തരാൻ പറ്റും? ഒരു 3-4 കുപ്പി വരച്ചിട്ട് റിയാലിറ്റി ആക്കി തരാൻ പറ്റുമെന്ന്. എന്തുകൂടെയാണ് പോത്തിനോട്ട് അമറുന്നേ? എടാ അങ്ങേർക്ക് സംസാരിക്കാനോ ചെവി കേൾക്കാനുള്ള കഴിവില്ല. നീ ആ ഫോണിനകത്ത് എന്തെങ്കിലും കാണിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ എഴുതി കൊടുക്ക്, അപ്പൊ മനസ്സിലാവും. എടാ ഇത് വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആവുമെന്ന് എന്തോ ചോദ്യമോ? ഷുവർ ആയിട്ടും വർക്കൗട്ട് ആവും. ചേട്ടാ കുറച്ച് സാധനങ്ങൾ വേണേ. ഇന്നാ ലിസ്റ്റ്, ഇന്നാ പൈസ. പോരാവേ. എടാ എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ, ഒരു വശവശ കൊണ്ടില്ല. എടാ പുള്ളി വരച്ച പടം ഒന്ന് കാണിച്ചു. ഗാന്ധിജിക്ക് ഒരു മോഹൻലാല്. അങ്ങനെ പോലീസിനെ വിളിക്കും കേട്ടോ. മുങ്ങിയാലോ? ഓടിക്കൂ. എടാ എന്റെ കാമുകി MLA മോള് രുക്മിണി, അവളെ ഞാൻ കണ്ടിട്ട് 3-4 മാസമായി. അവളെ വരപ്പിച്ചാലും എനിക്ക് അവളെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അതൊക്കെ ഓക്കെ, പക്ഷെ വരയ്ക്കണമെങ്കിൽ പേയ്മെന്റ് ഉണ്ട്, 5000 രൂപയാണ്. എടാ നീ 60 പേരുടെ ഊടും മേടിച്ചു കൊടുത്തിട്ടില്ലേ പുള്ളിയോട് എടുത്തിരിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോ എന്റെ സ്വത്താ. ഞാൻ പറയുന്നില്ലായിരിക്കും കാര്യങ്ങള്. ഒരു പടം മാത്രമല്ല ഫ്രീ, അത് കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ പൈസ തരണം. തരാം. വേണോ? രുക്മിയുടെ ഫോട്ടോ ആണോ? ഇല്ലയോ? എവിടുന്നാണ് ഒരു കുഞ്ഞിന്റെ സൗണ്ട്? അറിയത്തില്ലടാ. നീ അയാളത്തെ ഫോട്ടോ എന്തോ വരപ്പിച്ചത്? അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ. എടാ കാലമാണ് ഫോട്ടോ വരയ്ക്കാൻ കൊടുക്കും, കൊച്ചുനാളത്തെ ഫോട്ടോ ആണ് വരയ്ക്കാൻ കൊടുക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ആ ഫോട്ടോ ഉണ്ടല്ലോ കത്തിച്ച് കളഞ്ഞാലേ അതും അങ്ങ് അപ്രതീക്ഷിതം ആയിക്കോളും. പിന്നെ കത്തിക്കാൻ പറ. പിന്നെ കത്തിക്കുന്നതിന് വേറെ പൈസ ഉണ്ട്, 2000 രൂപ. എടാ കത്തിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഇപ്പോഴത്തെ അവളെ വരയ്ക്കാവേ. അങ്ങനെ കത്തിച്ച് അതങ്ങ് പോയി. ഞാനിവിടെ എങ്ങനെ വന്ന്? നീ എന്തോ കല്യാണ ഡ്രസ്? കല്യാണ മണ്ഡപത്തിൽ ഞാനാ ഇവിടെ എങ്ങനെ വന്ന്? അവിടെ കല്യാണം മുടങ്ങിയടാ, നീ എങ്ങനെ സെറ്റ് ആക്കവളെ? ഞാൻ ഇല്ലയോടി നിന്റെ കൂടെ, നിന്നെ അങ്ങനെ ആർക്കേലും ഞാൻ വിട്ടു കൊടുക്കുവോ? കാര്യമായി കോള് വന്നേ. ഹലോ, പിന്നെ പറ. എന്തോ പറയാനാ? ഏതെണ്ണ ഉപയോഗിക്കുന്നേ? ആ നല്ല മണം. അതെ, ഒരുപാട് അങ്ങോട്ട് ഒലിപ്പിച്ച് ബുദ്ധിമുട്ടണ്ട. പിള്ളാരെ വേണമെങ്കിലേ ഇവിടെ വരച്ചു തരും. 5000 രൂപ ഉള്ളു പണി. മതി കിടന്നത്, ഒരു പ്രശ്നമുണ്ട്. എടാ മതി മാറ്റിയത്. ഇത് നോക്ക്, MLA മോളെ കാണാനില്ല.
പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. തോണ്ട വണ്ടി കൂടെ പോലീസ് വരുന്നു. MLA യുടെ മോനെ പണി കിട്ടും, അകത്താവും, ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലോ, ആ പേപ്പറും കത്തിച്ചറിയാം, അപ്പൊ പൊക്കോളും. കത്തിക്കാൻ പറ. എടാ കത്തിച്ചോ കത്തിച്ചോ കത്തിച്ചോ. എടാ ഈ കാലം എങ്ങാണ്ട് മൂത്രം ഒഴിക്കാൻ പോയപ്പോ ഈ പേപ്പർ നനഞ്ഞ് ഇത് കത്തുന്നില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? എടാ തോണ്ടാ പോലീസ് അടുക്കാറേ, നിന്റെ പെട്രോൾ ഇല്ല, അത് വെച്ച് കത്തിക്കടാ. കാട്ടിൽ നിന്റെ അച്ഛൻ കൊണ്ട് പെട്രോൾ പമ്പ് വെച്ചേക്കുന്നു. എടാ വണ്ടി എടുക്കടാ. അത് തിരിച്ച് വീട്ടിൽ പോകാനുള്ളത്, അതെങ്ങനെ കത്തിച്ചാളെ? അത് ഊറ്റാനാണ് മറ്റേ കൊഴലും ഇല്ല. എടാ എന്തെങ്കിലും ചെയ്യടാ, അവരിങ്ങ് എത്താറായി. ഒരു വഴിയുണ്ട്. ഉമ്മാരിത് എന്തോ ചെയ്യുന്നേ? എന്തായാലും പോലീസുകാരെ ഉമ്മ ആട്ടെ. ഓ പെട്ടെന്ന് വരയ്ക്ക്, നല്ലോണം വരയ്ക്ക്. ഓ പുഴ കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. ഒന്ന് പെട്ടെന്ന് വരയ്ക്ക്. പാലം പൊളിഞ്ഞ് ഇനി പോലീസിന് വരാൻ പറ്റത്തില്ല. ഓ ഈ സയന്റിസ്റ്റ് രാഘവേന്ദ്രൻ ഇല്ലായിരുന്നെങ്കിലേ നമ്മളിപ്പോ എന്തോ ഇതേനെ എന്തോ വരയ്ക്കുന്നു. MLA യുടെ മോളെ തട്ടിക്കൊണ്ട് പോയതിന് നിങ്ങളെ 3 പേരെ കസ്റ്റഡി എടുക്കാൻ വന്നേ. ഇനിക്ക് രാഘവേന്ദ്ര എന്താടാ ഒന്നും മിണ്ടാത്ത? നീ മിണ്ടാരുത്, ഇങ്ങനെ കഴിയും തല്ലുപിടിച്ചേ. ആണ്ടേ പോലീസുകാരെ നല്ല കണക്കിനായിട്ട് എന്തോ ഭാഗ്യത്തിനാമാര് ജയിലിടാൻ കഴിഞ്ഞാൻ വെട്ടിക്കളയ. അതെ നല്ല ചൂട്, ഞാനത് കുളിച്ചേച്ചും വരാം. ആ ഇടിയുടെയൊക്കെ വേദന ഒന്ന് വിസ്തരിച്ച് കുളിച്ചിട്ടാണോ ഒന്ന് മാറ്റാൻ. കുളി കണ്ടിട്ട് കൊതി വരുന്നു. എങ്കിൽ പിന്നെ ഞാനിവിടെ ഒന്ന് കുളിച്ചേക്കല്ലേ. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ടേ ഒന്ന് കുളിച്ചിട്ട് അങ്ങോട്ട് വരട്ടെ. എന്ത് വരയ്ക്കുന്നേ? കൊള്ളാം കേട്ടോ. പക്ഷെ ഈ അറ്റത്തിലേ എനിക്ക് പങ്കില്ല. വരച്ച നിങ്ങൾക്കാതിരാഞ്ചലി നേരട്ടെ